ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങൾ അവരെ എന്തിനു വേണ്ടിയാണ് കണ്ടുമുട്ടിയത്, എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്. ഓക്കെ, അവരുടെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ആ ഒരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ ദ എംപറർ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലോ ഒക്കെ ആയിരിക്കാം ഉള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ബന്ധത്തിലൊരു ബാലൻസ് കൊണ്ടുവരണമെന്ന്. ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ രണ്ടുപേരും ഇവിടെ കണക്റ്റ് ആയിട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ പൂർവ്വജന്മ ബന്ധം ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ. ഓക്കെ, ദൈവമായിട്ട് നിങ്ങൾ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാ കാർഡ്സുകളും തന്നെ സ്പിരിച്വലി കണക്റ്റ് ആവുന്ന എനർജീസ് തന്നെയാണ് കാണിക്കുന്നത്. സ്പിരിച്വലി തന്നെ രണ്ട് ആത്മാക്കൾ ഒന്നിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം വളരെ നല്ല രീതിയിൽ പോകേണ്ടിയിരുന്ന ഈ ഒരു ബന്ധം മോശമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധമായിരിക്കാം, അതിൻ്റെ ഇടയ്ക്ക് മറ്റു വ്യക്തികൾ വന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ അതൊരു ഫ്രണ്ട്സ് ആയിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം. എന്തായാലും അവർ വന്നതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കോംപ്ലിക്കേഷൻസും അല്ല പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകാം. ഈ ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളായിരിക്കില്ല ഈ വ്യക്തിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കും. അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ അട്രാക്റ്റീവായിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആകുന്നതിന് മുൻപേ അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ആരാധനയായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നീട് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ അവർക്കുണ്ടായിരുന്നു. അത് ആ ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന് മുൻപേ ആ ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു സമയത്തുള്ള ഒരു ത്വര, ആ അത്തരത്തിലാണ് നമുക്കത് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അതായത് തുടക്കത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ,
നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ അടുത്ത എല്ലാ കാര്യങ്ങളും ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടാകാം. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ആ ഒരു പേഴ്സൻ്റേത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ഡേ ബൈ ഡേ അതിൽ നിന്നൊരു മാറ്റങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. അതായത് അവരുടെ മാറ്റം അവർക്ക് തുടക്കത്തിലുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് എടുത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇത് നിങ്ങൾ പറഞ്ഞാൽ പോലും അവരത് സമ്മതിച്ചു തരികയുമില്ല. ഇല്ല, എനിക്ക് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്ന രീതിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതിന് കാരണം നിങ്ങൾ ഈ വിചാരിച്ചിട്ടുള്ള ഈ വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് ചെയ്യുന്നത് പോലത്തെ ഒരു തരം ക്യാരക്ടറാണ്. അതായത് അവർക്കറിയാം എങ്ങനെ നിൽക്കണം, ഏത് സിറ്റുവേഷനിലും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവരാണ് തെറ്റ് ചെയ്തതെങ്കിലും ഇപ്പൊ നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം അവരാണ് തെറ്റ് ചെയ്തതെന്ന്. പക്ഷെ സംസാരിച്ചു വരുമ്പോൾ നിങ്ങളായിരിക്കും കുറ്റക്കാരാവുക. അത് അങ്ങനെ അടിച്ചേൽപ്പിക്കും, അങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ ഒരു തരം ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് അവരുടേതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ച് ഈഗോ ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു തുടക്ക സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഉണ്ടാകില്ല. അത് കൈ കിട്ടിക്കഴിയുമ്പോൾ മാത്രം അവർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടാവുക. കിട്ടുന്നത് വരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ആ താല്പര്യം പതിയെ പതിയെ കുറഞ്ഞു പോവുകയാണ്. അപ്പൊ മറ്റു വ്യക്തികൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടും ഒരു ചായ്വ് പോകുന്നത് പോലെയുണ്ട്. പക്ഷെ ഈ ഒരു കറണ്ട് എനർജിയിൽ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം. കാരണം നിങ്ങൾ പൂർവ്വജന്മ ബന്ധം വെച്ച് സ്പിരിച്വൽ ആയിട്ട് ഒന്നിക്കേണ്ട രണ്ട് ആത്മാക്കളാണ്. സോ അവരുടെ ക്യാരക്ടർ എന്ത് തന്നെയാണെങ്കിലും അതിന് ചേഞ്ച് വരുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിൽ നിന്നൊരു മാറ്റം വരുത്താനായിട്ട് തീരുമാനിച്ചിട്ട് അവർക്കിപ്പോൾ ഒരു ബോധോദയമൊക്കെ വന്നിട്ടുണ്ട്. ഈ തെറ്റുകളൊന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ്, ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും, ഒരു ഫുൾഫിൽമെന്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സ്. മേ ബി അവർ നിങ്ങളെ വിട്ടിട്ട് മറ്റു വ്യക്തികളിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും കിട്ടിയിട്ടുള്ള തിരിച്ചടികൾ നിന്നുമാകാം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ബോധം വന്നിരിക്കുന്നത്. നിങ്ങളെക്കാൾ ബെറ്റർ മറ്റു വ്യക്തികളാണ്, ഫാമിലിയാണ്, ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് പോയിട്ടുണ്ടാകാം. അതായത് ഒരുപാട് സ്നേഹം തോന്നിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളെ മാറ്റി നിർത്തി പോയിട്ടുണ്ടാകാം. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഉണ്ടാകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ തള്ളിയിട്ടിട്ട് ഈ ഒരു പേഴ്സൺ സ്വന്തം സന്തോഷങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കത് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് കൊണ്ടുവരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രതീക്ഷയാണ് അവർക്കിപ്പോൾ ഉള്ളത്. നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ഹോപ്പ് അവർക്ക്. അതേപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം, അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. അവരുടെ സ്നേഹം നിങ്ങൾ അവരെ മനസ്സിലാക്കും, അവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയും എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ട് വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ഇത്രയും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു പ്രൈവസി കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. കാരണം ഇനിയും അവർ പോയി കൂടായികയില്ല. അത് ഒന്ന് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് അവരെ നിർത്താനായിട്ട് ശ്രമിക്കണം. അതൊന്ന് കരുതിയിരിക്കണമെന്ന് മാത്രം. കാരണം അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അവർക്ക് ആ ഒരു തുടക്കത്തിൽ തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി പോകും. അപ്പം അവർക്ക് അതിൻ്റെ ഒരു ആകാംക്ഷയൊന്നും പിന്നീട് ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള റിലേഷനും ഉണ്ട്. നിങ്ങൾക്ക് തുടക്ക സമയത്ത് ഭയങ്കരമായിട്ട് കെയറിങ്, അവരുടെ ഉള്ളം കയ്യിൽ നിങ്ങളെ കൊണ്ട് നടന്നിരുന്നു എന്നൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നുവെന്നും അതിൽ നിന്ന് ഒരുപാട് വേദനിച്ചിട്ടും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒന്ന് കരകയറി വന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവരുടെ ലൈഫിൽ നിങ്ങളെ ഒരു സ്റ്റാർ ആയിട്ട് വെക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ പോലും അവർക്ക് നിങ്ങളോട് ആരാധനയായിരുന്നു. ഒരു സ്റ്റാറിനെ പോലെയാണ് നിങ്ങളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്നേഹിച്ച് പോന്നിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടാവുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്രഷ് പോലെ ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, മേ ബി നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക ഇത്തരത്തിലായിരിക്കും. അതായത് ഈ വ്യക്തിയാണ് എൻ്റെ ലൈഫിൽ എല്ലാം എന്ന ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുക എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ പോകെ പോകെ നിങ്ങൾക്ക് അവിടെ ഒരു ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ സ്റ്റക്കായി പോകുന്നുണ്ട്. അവർക്കൊരു മിസ്സിങ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാര്യം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടികൾ തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയാണ് അവർക്ക്. അതുപോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായും ഒരു ഫുൾഫിൽമെന്റിലേക്ക് വന്നു എന്നുള്ള ഒരു തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് ഈ ഒരു വ്യക്തിയെ കിട്ടിയത് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം. മേ ബി നിങ്ങൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം. ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാകാം. ഈ ഒരു പേഴ്സൺ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇപ്പോൾ അതൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഉണ്ടാകില്ല. പക്ഷെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് പഴയ ആ ഒരു സ്നേഹമൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലാണ്. അതുകൊണ്ടാണ് അവര് ഈ ഒരു ബാലൻസ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരും. അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു സ്ട്രെങ്ത് ഒക്കെ അവർ ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്നു. നിങ്ങളെ കാണാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത്. ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്ഡ്. യെസ്, ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്ഡ്. എന്നാണോ നിങ്ങളെ കണ്ടുമുട്ടിയ ആ ഒരു ദിവസം മുതൽ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നാണ് അവർ പറയുന്നത്. ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീം ടുഗദർ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യാം എന്നാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്ന് ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്. ഐ ഹാഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. യെസ്, അവരവരുടെ വിഷമങ്ങളെല്ലാം ഒരു പുഞ്ചിരിയുടെ മറവിൽ ഒളിച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു സമയത്ത് അവർ പറയുന്നത്. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ലവ് മീ. യെസ്, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവരാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് അവർ വിചാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലാണോ അവരെ എക്സ്പീരിയൻസ് ചെയ്തത് ഈ റിലേഷൻഷിപ്പിൽ, ആ ഒരു സെയിം ഫീലിങ്സിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോങ് നെയിൽ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നീളമുള്ള നഖമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോഷ്യൽ വർക്കർ എന്നാണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആർട്ടിസ്റ്റ് ആണ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ആർട്ടിസ്റ്റ് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 23 എന്ന് പറയുന്ന ഒരു നമ്പറും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ പോലീസായിട്ട് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് ജിമ്മ് കാര്യങ്ങളൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ ഫിറ്റ്നസ് ഒക്കെ വരുത്തുന്ന ആളുകളായിരിക്കാം നിങ്ങളോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളെന്ന് വിചാരിക്കുന്നു.
യെല്ലോ കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ യെല്ലോ കളർ ഇഷ്ടമുള്ള കളറായിരിക്കാം. ബേക്കറിയിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ളവരോ, ബേക്കറി ഐറ്റംസ് ഒത്തിരി നന്നായി കഴിക്കുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. 56 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വിത്തിൻ 72 hours, വീണ്ടും നമുക്കൊരു പോസിബിലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. 72 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിരിക്കുന്നു. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 33 കിട്ടിയിട്ടുണ്ട്. ടെക് പരമായ ജോലികളോ അല്ലെങ്കിൽ ടെക് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 7 days, വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലൈഫ് ചേഞ്ച്, യെസ്, ഓൾറെഡി നമുക്ക് ഈ മെസ്സേജിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ദ ഡേ ഐ മെറ്റ് യു മൈ ലൈഫ് ചേഞ്ച്ഡ്. വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വൈറ്റ് കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വൈറ്റ് കളർ ഇഷ്ടമുള്ള കളറാണെന്ന് വിചാരിക്കുന്നു. 1998 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സെൻസിറ്റീവ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ വളരെ സെൻസിറ്റീവായ വ്യക്തികളായിരിക്കാം. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1991 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടുഡേ, ഇന്ന് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഫുട്ബോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഫുട്ബോൾ കളിക്കാനോ കളിക്കുന്നവരോ അല്ലെങ്കിൽ ഫുട്ബോളുകൾ കാണാനൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 49 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 32 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1993 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.